സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെയായിരുന്നു അഹാന കൃഷ്ണ ബിഗ് സ്ക്രീനിലേക്ക് എത്തിയത്. ആദ്യ ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരപുത്രിക്ക് പിന്നീട് മികച്ച അവസരങ്ങളായിരുന്നു ലഭിച്ചത്. കൈനിറയെ സിനിമകൾ ചെയ്യാതെ മനസ്സിനു പിടിച്ച ചുരുക്കം ചിത്രങ്ങൾ മാത്രമാണ് അഹാന സ്വീകരിക്കുന്നതും ചെയ്യുന്നതും. ബാക്കിയുള്ള സമയം മോഡലിങ്ങിനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതിലുപരി പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള യാത്രകൾക്കും സന്തോഷ നിമിഷങ്ങൾക്കുമായി ചെലവഴിക്കുന്ന അഹാനയുടെ ഏറ്റവും പുതിയ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫറായ നിമിഷ് രവിയും അഹാനയും രാജസ്ഥാനിലൂടെ നടത്തിയ യാത്രയുടെ മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളുമാണ് അഹാന പങ്കുവച്ചത്. ഇരുവരും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ വളരെ മുൻപേ തന്നെ പ്രചരിച്ചിരുന്നു. ദിയയുടെ കല്യാണത്തിന് വന്നപ്പോൾ ഇവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് അന്ന് നിമിഷ് രവി വ്യക്തമാക്കിയിരുന്നു. രാജസ്ഥാനിലെ മനോഹരമായ നിമിഷങ്ങൾ. ഇത് പകർത്തിയത് നിമിഷ് രവിയാണ്. എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. മനസ്സിലെന്നും മനോഹരമായി ഓർത്തെടുക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളായിരുന്നു യാത്രയിലേത് എന്നാണ് അഹാന ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും അടിക്കുറിപ്പായി കുറിച്ചിരുന്നത്. നിംസിൻ്റെ ഫ്രെയിമിൽ അമ്മു, അതെന്തായാലും അടിപൊളിയാവുമല്ലോ, കൂടെയുള്ള ആളെ കാണിക്കാത്തതെന്താണ് തുടങ്ങി നിരവധി ചോദ്യങ്ങളായിരുന്നു അഹാന പങ്കുവച്ച വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നത്. അതേസമയം നിമിഷ് പങ്കുവച്ചത് ഒരേയൊരു ചിത്രം മാത്രമാണ്. ഒരു ടണലിൻ്റെ അങ്ങേയറ്റത്ത് തെളിഞ്ഞു നിൽക്കുന്ന അഹാനയുടെ രൂപത്തിന് പെയിൻറ്റിംഗ് പോലെ യഥാർത്ഥമായ ഒരു നിമിഷം എന്നാണ് നിമിഷ് ക്യാപ്ഷനായി കുറിച്ചത്. പോസ്റ്റുകൾക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്ന കമൻറ്റുകൾക്കെല്ലാം സ്നേഹമറിയിച്ച് അഹാനയും എത്തിയിരുന്നു. പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്കും ലവ് സ്മൈലിയായിരുന്നു റിയാക്ഷൻ. ഇതുവരെ കേട്ടതെല്ലാം ശരിയാണെന്നായിരുന്നു ആരാധകരുടെ കണ്ടെത്തൽ. ഇതിനകം തന്നെ പോസ്റ്റും വീഡിയോയും വൈറലായി കഴിഞ്ഞിട്ടുമുണ്ട്. വളരെ ചുരുക്കം സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരാളാണ് അഹാന. ഇതുവരെ ചെയ്ത സിനിമകൾ പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കഥാപാത്രത്തിനാണ് പ്രാധാന്യം, നമ്പറിലല്ല എന്ന നിലപാടാണ് അഹാനയുടേത്. നാൻസി റാണിയായിരുന്നു നടി ഒടുവിലായി ചെയ്ത സിനിമ. ചിത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലെല്ലാം താരം പ്രതികരിച്ചിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു അഹാന സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. ഞാൻ പ്രതികരിക്കും മുൻപ് തന്നെ എനിക്ക് വേണ്ടി പ്രതികരിച്ചവരുണ്ട്. അഹാന അങ്ങനെയല്ലെന്ന് വാദിച്ചവരുമുണ്ട്. ആ സ്നേഹവും പിന്തുണയും മനസ്സ് നിറച്ചുവെന്നും താരപുത്രി അന്നത്തെ ലൈവ് വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. സിനിമയിലെത്തിയ കാലം മുതൽ അഹാനയോട് പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ ആരാധകർ ചോദിക്കാറുണ്ട്. ദിയാകൃഷ്ണയുടെ വിവാഹ സമയത്തും അഹാന ഈ ചോദ്യങ്ങൾ പലതവണ നേരിട്ടിരുന്നു. അടുത്തതായി നടക്കുന്ന കല്യാണം അഹാനയുടേതാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ. ഞങ്ങൾ നറുക്കെടുത്ത് തീരുമാനിക്കും, കല്യാണം നടക്കേണ്ട സമയത്ത് നടന്നോളും, അതേക്കുറിച്ച് ആദിയിലെന്നായിരുന്നു മാതാപിതാക്കളായ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും പ്രതികരിച്ചത്. പങ്കാളിയെ അവർ തന്നെ കണ്ടെത്തട്ടെ എന്ന നിലപാടാണ് ഇവരുടേതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.